2024 സിവിൽ സർവീസ് എക്സാമിലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യവും ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, thickness of the troposphere at the equator is much greater as compared to poles എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് ഇക്വേറ്ററിലെ പോളിനെ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ഗ്രേറ്റർ ആണെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദ ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറൻസ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്നറിയണം. അതിനുശേഷമാണ് നമ്മൾ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എബോവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ട്രോപ്പോസ്ഫിയർ അറ്റ് ദ ഇക്വേറ്റർ ഈസ് മച്ച് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു പോൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ഇക്വേറ്റർ ഇവിടെയാണ് വരിക, പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്തുള്ള ആദ്യത്തെ ലെയറിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ ആദ്യത്തെ ലെയർ ആണ്. അപ്പോൾ ഈ ഒരു ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രോപ്പോസ്ഫിയറിൽ ഈ ഒരു പോൾ പ്രദേശത്ത് ഉയരം കുറവാണ്. അതേസമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേറ്റർ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഉയരം കൂടുതലായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. ഇത് ഈ ഒരു ട്രോപ്പോസ്ഫിയറിന്റെ ഒരു ബേസിക് ഫീച്ചർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു നമ്മുടെ അറിവ് വെച്ച് ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് അറ്റ് ദ ഇക്വേറ്റർ ഈസ് മച്ച് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു പോൾസ് എന്നുള്ളത്, പോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ഗ്രേറ്റർ ആണ് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് മാത്രമായിട്ട് മാറി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അറ്റ് ദ ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺവെക്ഷണൽ കറണ്ട് കാരണം ഹീറ്റ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ഹൈറ്റിലേക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അടുത്ത് തന്നെ സൂര്യനുണ്ട്. ഈ സൂര്യൻ എന്നുള്ള പ്രകാശം അല്ലെങ്കിൽ സൂര്യൻ എന്നുള്ള ഹീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോൾ പ്രദേശത്തേക്കുള്ള സൂര്യപ്രകാശം എത്താൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കുന്നു. മാത്രമല്ല അത് കുറഞ്ഞ സ്ലാൻഡഡ് ആയിട്ടാണ്, ചെരിഞ്ഞിട്ടാണ് ഇവിടെ വരിക. അതേ സമയത്ത് ഈ ഒരു ഇക്വേറ്റർ പ്രദേശത്താണെങ്കിൽ നേരെയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഹീറ്റ് പതിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ജിയോഗ്രഫിയിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. അതായത് ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ട് പതിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറേ ഏരിയയിലായിട്ടാണ് പതിക്കുക. അതായത് ഇത്ര പോലെ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇത്രയും ഏരിയയിലായിട്ടാണ് പതിക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പോൾ പ്രദേശത്തെ നമുക്ക് മഞ്ഞ് മൂടിയിട്ടൊക്കെ കിടക്കാൻ വേണ്ടി കാരണമായിട്ടുള്ളത്. കാരണം അവിടത്തേക്ക് എത്തുന്ന ഹീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും കുറവാണ്. അതേസമയത്ത് ഇക്വേറ്റർ പ്രദേശത്താണെങ്കിലോ അതേപോലുള്ള ഒരു ബീമിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു ഏരിയയിലാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഹീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, കുറഞ്ഞ ഏരിയയിലായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല ഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇക്വേറ്റർ പ്രദേശത്ത് കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇക്വേറ്റർ പ്രദേശത്ത് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള വെള്ളം, അതായത് ഇക്വേറ്റർ പ്രദേശത്ത് കടലിലുള്ള വെള്ളം നീരാവിയായി മാറുകയും ആ നീരാവി അതിന്റെ താപനില ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ട് അത് ഉയർന്നു പോവുകയും ചെയ്യും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൺവെക്ഷണൽ കറണ്ടിന് കാരണമാകുന്ന ഈ ഒരു ഹീറ്റിംഗ് ആണ്. ആ ഹീറ്റിംഗ് എവിടെയാ കൂടുതൽ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇക്വേറ്റർ പ്രദേശത്ത് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൺവെക്ഷണൽ കറണ്ട് കൂടുതലുള്ള ഇക്വേറ്ററിലായിരിക്കും ഈ ഒരു ഹീറ്റിനെ കൂടുതൽ ഉയരത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലിയും ശരിയാണ്, അതുപോലെ തന്നെ ബേസിക് ജിയോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ശരിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം തെറ്റായിട്ട് പോയി. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെയും തീർന്നിട്ടില്ല. ഇത്തരം ചോദ്യങ്ങളിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്ന സാഹചര്യങ്ങളിൽ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കണം വെദർ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പല ആൾക്കാർക്കും പ്രശ്നം നേരിടുക. എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കുക, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. എന്നിട്ട്
അതുകൊണ്ടാണ് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് അറ്റ് ദ ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറന്റ്. അതുകൊണ്ട് തന്നെ ഇക്വേറ്റർ പ്രദേശത്തെ കൺവെക്ഷണൽ കറന്റ് കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ അന്തരീക്ഷത്തിന്റെ ലെയർ കൂടുതൽ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് തന്നെയല്ലേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? തിക്നെസ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ, ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ കൂടുതലായിരിക്കും കമ്പയർഡ് ടു പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ലോജിക്ക്? അതായത് ഭൂമിയിൽ സൂര്യന്റെ രശ്മികൾ ഇക്വേറ്റർ പ്രദേശത്താണ് കൂടുതൽ പതിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇക്വേറ്ററിൽ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറന്റ്. ഇക്വേറ്റർ പ്രദേശത്ത് കൂടുതൽ ഉയരത്തിലേക്ക് കൺവെക്ഷണൽ കറന്റ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ആദ്യത്തെ ലെയർ, അതായത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇക്വേറ്റർ പ്രദേശത്ത് കൂടുതലായിരിക്കും കമ്പയർഡ് ടു പോൾസ്. പോൾസിൽ കൺവെക്ഷണൽ കറന്റ് വീക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ഉയരത്തിൽ ആദ്യത്തെ ലെയറിനെ കാണാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എക്സ്പ്ലെയിനിങ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ളതാണ്. എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബേസിക്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ജിയോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർ NCERT-യിൽ നിന്നാണ്. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച്, അന്തരീക്ഷത്തിന്റെ ലെയേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷത്തിന്റെ ലോവർ മോസ്റ്റ് ആണ്. ഇതിന്റെ ആവറേജ് ഹൈറ്റ് 13 കിലോമീറ്റർ ആണ്. ഇക്വേറ്ററിൽ 18 കിലോമീറ്റർ വരെ പോവും. പോൾസിലാണെങ്കിൽ 8 കിലോമീറ്റർ ആണ്. സോ മച്ച് ഹയർ ആണ് ഇക്വേറ്ററിൽ. തിക്നെസ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് ദ ഇക്വേറ്റർ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് കൺവെക്ഷണൽ കറന്റ്സ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോളാർ ട്രോപ്പോസ്ഫിയറും ട്രോപ്പിക്കൽ ട്രോപ്പോസ്ഫിയറും ഇക്വേറ്ററിന്റെ ചുറ്റുമുള്ള ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇത് ലേണേഴ്സിന്റെ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ക്ലാസ് 29 ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഒത്തുക. അപ്പോൾ ഈ ജിയോഗ്രഫിയിൽ നിന്നുള്ള ബേസിക് ആശയങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സിന്റെ യൂട്യൂബിലുള്ള ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫിസിക്കൽ ജിയോഗ്രഫിയുടെ അടിസ്ഥാന ആശയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജിയോഗ്രഫിയുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ജിയോഗ്രഫി ലേണേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 66ഓളം വീഡിയോസ് കിട്ടും. ഫിസിക്കൽ ജിയോഗ്രഫി ഓൾമോസ്റ്റ് കവർ ചെയ്ത് കിട്ടും. ഇനി ജിയോഗ്രഫിയുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം, ഇന്ത്യൻ ജിയോഗ്രഫി ഉൾപ്പെടെ സിവിൽ സർവീസിനുള്ള മൊത്തം ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലേണേഴ്സിന്റെ കോഴ്സുകളെ കുറിച്ചും ആപ്പിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ ഈ ഒരു നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു ചോദ്യവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.